പ്രശാന്ത് ഏട്ടാ, വളരെ ദാരുണമായൊരു വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മൾ കേട്ടത്. തൃശ്ശൂർ നാട്ടികയിൽ മദ്യലഹരിയിൽ ഒരു ലോറി 5ഓളം പേരെ കൊലപ്പെടുത്തിയെന്നാണ്. അതായത് കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ ശരീരത്തിൽ കൂടി വണ്ടി കയറ്റിക്കൊണ്ടാണ് കൊലപ്പെടുത്തിയെന്നതാണ് ഏറെ ദുഃഖകരം എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും വളരെ ദാരുണമായ, അത്യന്തം ദുഃഖകരമായ, അതേസമയം അമർഷവും വേദനയും ഉളവാക്കുന്ന ഒരു വാർത്തയാണത്. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഏകാദശിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നടക്കുകയായിരുന്നു. ആ സമയത്താണ് അതിന് സമീപത്ത് ആ നാട്ടികയിൽ ഈ ദുരന്തമുണ്ടായിരിക്കുന്നത്. അത് മദ്യലഹരിയിൽ ലോറി ഓടിച്ച ആ ലോറിയുടെ ക്ലീനർ അലക്സ്, 33 വയസ്സുകാരനായ അലക്സാണ് ഈ ദാരുണ സംഭവത്തിന് ഉത്തരവാദി. അതിക്രൂരമായ കൊലപാതകം എന്ന് തന്നെ ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കണം. അത്യന്തം ദാരുണമായൊരു സംഭവമാണ് ഇത്. തൃശ്ശൂർ നാട്ടികയിൽ നമ്മുടെ JK തിയേറ്ററിനടുത്ത് ദേശീയപാതയിലെ മേൽപ്പാലത്തിലാണ് ഈ സംഭവം നടന്നത്. ഇതിൻ്റെ ഈ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം നടക്കുകയാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ബാരിക്കേഡ് വെച്ചു, ഒരു 6 അടി പൊക്കമുള്ള ബാരിക്കേഡുകൾ വെച്ച് ഈ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ ഇത് തടസ്സപ്പെടുത്തിയിരുന്നു. അങ്ങോട്ടേക്കുള്ള ഗതാഗതം അനുവദിച്ചിരുന്നില്ല. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ആ ബാരിക്കേഡുകളെ ഇടിച്ച് പൊട്ടിച്ചുകൊണ്ടാണ് ഈ ഉറങ്ങിക്കിടന്ന നാടോടികളായ 11 പേരുടെ ദേഹത്തേക്ക് ലോറി പാഞ്ഞു കയറിയത്. 5 പേർ തൽക്ഷണം മരിച്ചു. ബാക്കി 6 പേർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലാണ്. ഇതാണ് ഈ ദാരുണമായ സംഭവത്തെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാനുള്ള കാര്യം. അതിൽ ഈ 5 പേരും ഞാൻ പറഞ്ഞല്ലോ, സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഇവർ വർഷങ്ങളായിട്ട് ഈ പ്രദേശത്ത് ജോലി ചെയ്തു വരുന്ന പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളെന്നാണ് നമുക്ക് ആദ്യം കിട്ടുന്ന വിവരം. അവർ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുമായിരുന്നു. ഇതിനകത്ത് കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ സംഭവത്തിൽ മരണപ്പെട്ടത്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറയാം. ഈ വാഹനത്തിൻ്റെ ക്ലീനർ ആയ കണ്ണൂർ ആലങ്കോട് സ്വദേശി അലക്സ്, ഡ്രൈവർ ജോസ്, ഇരുവരും പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. ഇതിൽ ജോസ് ഉറങ്ങുകയായിരുന്നു. ക്ലീനറായ ലൈസൻസ് ഇല്ലാത്ത അലക്സാണ് വണ്ടി ഓടിച്ചിരുന്നത്. അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലായിരുന്നു. ഇരുവരും പോലീസ് കസ്റ്റഡിയിലാണ്. ഇപ്പോഴും 2 പേരും മദ്യലഹരിയിലാണ്. എന്ന് വെച്ചാൽ അവർ അമിതമായി മദ്യപിച്ചാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതിൽ മരിച്ചത് കാളിയപ്പൻ, 50 വയസ്സുള്ള കാളിയപ്പൻ, 39കാരിയായ നാഗമ്മ, ബംഗാഴി 20 വയസ്സ്, ജീവൻ 4 വയസ്സ്. ഇവരെയാണ് 4 വയസ്സുള്ളൊരു കുട്ടി. ഇത് മരിച്ച 5ാമത്തെ ആളിന് ഇത് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ഈ അടുത്ത സമയത്തെങ്ങാനും അതറിഞ്ഞോ എന്ന് വ്യക്തമല്ല. എന്തായാലും ശിവാലയ കൺസ്ട്രക്ഷൻസ് ആണ് ഈ മേഖലയിൽ റോഡ് പണി ചെയ്തു വരുന്നത്. അപ്പോൾ അത് പൂർത്തിയാകുന്നതിനനുസരിച്ച് അവർ ഗതാഗതം തുറന്നു കൊടുത്തിരുന്നു. പൂർത്തിയാകാത്ത സ്ഥലത്ത് അവർ വലിയ ബാരിക്കേഡുകൾ, ചെറിയ ബാരിക്കേഡല്ല, വലിയ 6 അടി പൊക്കമുള്ള ബാരിക്കേഡുകൾ വെച്ചാണ് മറച്ചിരുന്നത്. അതുവഴി കടന്നു വരുന്ന എല്ലാ വാഹനങ്ങളും ഓടിക്കുന്ന ഡ്രൈവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വളരെ കർശനമായ നിയമ സംവിധാനങ്ങൾക്ക് വിധേയമായ മുൻകരുതലുകളെല്ലാം അവർ സ്വീകരിച്ചിരുന്നു. അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. ഇവർ രാത്രിയിൽ സാധാരണ ഈ റോഡിൽ പൊതുവെ വേഗം ശകലം കൂടുതലാണ്, അമിത വേഗത്തിലാണ് വാഹനങ്ങൾ പോകുന്നത്. എന്നാൽ തന്നെയും വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നില്ല. കാരണം ഈ ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാവർക്കും, വാഹനം ഓടിച്ചു വരുന്നവർ, സ്വബോധമുള്ള എല്ലാവർക്കും ഇത് കാണാം, മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവിടെ അമിതമായ മദ്യലഹരിയിൽ വരുന്ന ഒരു ഡ്രൈവർ എന്ത് ബാരിക്കേഡ്, എന്ത് മേൽപ്പാലം, എന്ത് റോഡ്, അവൻ വളരെ വേഗത്തിൽ ഇത് കയറ്റിയിറക്കി കൊണ്ടുപോയി. അപകടം സംഭവിച്ചു എന്ന് മനസ്സിലായപ്പോൾ ഇവരെന്ത് ചെയ്തു? അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ നാട്ടുകാർ വിട്ടില്ല. അവിടെ ഞാൻ പറഞ്ഞല്ലോ, തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശിയോടനുബന്ധിച്ച് വലിയ രീതിയിൽ പോലീസ് സന്നാഹം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെ നാട്ടുകാരെല്ലാവരും കൂടെ വളരെ പെട്ടെന്ന് ഈ വണ്ടി തടഞ്ഞ്, ലോറിയെ തടഞ്ഞ് ഇവരെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. അവരെ ബിഗ് ഷോ എന്നാണ് ആ ലോറിയുടെ പേര്, ബിഗ് ഷോ. അതിൻ്റെ ഡ്രൈവറും ക്ലീനറും അപ്പം തന്നെ പിടിയിലായി ഈ സംഭവം നടന്ന ഉടനെ. ഇനി
ഈ ബാരിക്കേഡ് വെച്ച് മറച്ചിരുന്നല്ലോ, അതിന് 50 മീറ്റർ അപ്പുറത്താണ് ഇവർ കിടന്നുറങ്ങിയത്. ഈ ബാരിക്കേഡിൽ ഇടിച്ചപ്പോഴെങ്കിലും ആ ശബ്ദം കേട്ടിട്ടെങ്കിലും ഇയാൾക്ക് വണ്ടി നിർത്താമായിരുന്നു. അത് അയാൾ ചെയ്തില്ല. അപ്പോൾ എന്തുമാത്രം മദ്യം അയാളെ കീഴ്പ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇവർ റോഡിൻ്റെ മറുഭാഗത്ത്, ഈ നിർമ്മാണം നടക്കുന്നത് കൊണ്ട് റോഡിലല്ല, ശരിക്കും റോഡിൽ കൂടെ പോകേണ്ട ലോറി റോഡിൻ്റെ മറുഭാഗത്തേക്ക് കടന്നു കയറിയാണ് ഇവരെ ഇടിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അതിനെതിരെ ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ശക്തമായ നടപടി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരമൊക്കെ ഗവൺമെൻറ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ വന്നിട്ടില്ല. വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മനഃപൂർവ്വമാണ്. അതെ, മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ട ഒരു ദുരന്തമാണത്. അത് നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. വളരെ കർശനമായ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അല്ല, ഈ വെള്ളമടിച്ച് വണ്ടി ഓടിക്കുന്ന ആളുകൾക്ക് പലപ്പോഴും കാര്യമായ, ഇപ്പം വെള്ളമടിച്ച് ഊതിയാൽ ഫൈൻ അടിച്ച് ഒഴിവാക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത്. അതെ, യഥാർത്ഥത്തിൽ തെളിയിക്കുന്നത് അതെ, അതിൽ കൃത്യമായ നടപടി വേണ്ടേ എന്ന് മാത്രമല്ല, ഇത് കണ്ണൂരെന്ന് തടി കയറ്റി പെരുമ്പാവൂരിലേക്ക് പോകുന്ന ലോറിയായിരുന്നു. അപ്പോൾ ഇവർ ഒന്ന് ആലോചിക്കണം, കണ്ണൂർ തൊട്ട് ഇവർ മദ്യപിച്ചിരിക്കണം. അല്ലെങ്കിൽ ഈ തൃശ്ശൂർ നാട്ടികയിൽ എത്തുന്നതിനും വളരെ മുമ്പേ ഇവർ മദ്യലഹരിയിലായിരുന്നു. ഇപ്പോഴും അവർക്ക് മദ്യത്തിൻ്റെ കെട്ട് വിട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെയധികം എന്താ പറയുക, അമിത അളവിൽ മദ്യം ഉപയോഗിച്ചിരുന്നു എന്നല്ല ഇത് തെളിയിക്കുന്നത്. എന്തായാലും ഈ ദാരുണമായ ദുരന്തം പോലീസ് ഉടനെ തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇത് പക്ഷെ നമുക്ക് കണ്ണു തുറപ്പിക്കാനുള്ളതാണ്. നമ്മുടെ നിരത്തുകളിൽ പ്രത്യേകിച്ചും രാത്രികാലങ്ങളിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും ഇത്തരം ലോറി ഡ്രൈവർമാർ. നമുക്കറിയാം, രാത്രിയിൽ നിരവധി KSRTC സർവീസുകൾ പോകുന്നുണ്ട്, നിരവധി സ്വകാര്യ സർവീസുകൾ ആൾക്കാരെയും കൊണ്ട് പോകുന്നുണ്ട്. ഈ വളരെ ദൂരേക്കും മംഗലാപുരത്തേക്കും ബാംഗ്ലൂരേക്കും ഒക്കെ പോകുന്ന ബസ്സുകൾ കേരളത്തിലൂടെ രാത്രി ഒരുപാട് ബസ്സുകൾ പോകുന്നുണ്ട്, ഒരുപാട് കാറുകൾ പോകുന്നുണ്ട്. ഈ ഇരുചക്ര വാഹനങ്ങളുടെ എണ്ണമാണ് രാത്രിയിൽ വളരെ കുറവ്. ഇരുചക്ര വാഹനം, ഓട്ടോ തുടങ്ങിയ ചെറിയ വാഹനങ്ങൾ രാത്രിയിൽ സർവീസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ബസ്സുകളൊക്കെ ചീറിപ്പാഞ്ഞു പോകും. കാരണം പൊതുവേ ഇരുചക്ര വാഹനക്കാരാണ് പെട്ടെന്ന് ഇടയ്ക്ക് കയറി വരികയും പിന്നെ എന്താ പറയുക, സിഗ്നലുകൾ കാണിക്കാതെ വണ്ടി തിരിക്കുകയും ഒക്കെ ചെയ്ത് അപകടത്തിൽപ്പെടുന്നത്. അതുകൊണ്ട് പകല് ആൾക്കാർ കുറെ കൂടെ ജാഗ്രതയുണ്ടാവും ഡ്രൈവർമാർക്ക്. പക്ഷെ രാത്രിയിൽ ആ പ്രശ്നമില്ല. അതുകൊണ്ട് ചീറിപ്പാഞ്ഞ് വണ്ടി വരും. കാരണം വേഗത്തിൽ എത്തിക്കുകയും വേണം ആൾക്കാരെ. അപ്പോഴാണ് ഇങ്ങനെ മദ്യപിച്ച് അമിതമായ അളവിൽ ലഹരി ഉപയോഗിച്ച് വരുന്ന ലോറികൾ, അങ്ങനത്തെ ആൾക്കാർ ഓടിക്കുന്ന ലോറികൾ ഒക്കെ കയറി വന്നാൽ എന്ത് സംഭവിക്കും? ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ 11 പേരെ ഈ ലോറി ഇടിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. എങ്കിലും ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം, മറിച്ച് മറ്റൊരു യാത്രക്കാരുമായിട്ട് വന്നൊരു KSRTC ബസ്സിനെയാണ് ഇത് ഇടിച്ചിരുന്നതെങ്കിലോ ഈ ദുരന്തം എത്ര ഭീകരമായിരിക്കും? അതെ അല്ലേ? ഈ കൂട്ടിയിടിയിൽ വലിയ അളവിൽ ആൾനാശം ഉണ്ടായേനെ. അപ്പോൾ ഇതൊരു നിസ്സാര കാര്യമല്ല. തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് അധികൃതരുടെ ശ്രദ്ധ ഇതിൽ പതിയുകയും ഈ കുറ്റവാളികൾക്ക് ഏറ്റവും കഠിനമായ ശിക്ഷ, അവരർഹിക്കുന്ന ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കുകയും വേണം. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയാനുള്ള നടപടികൾ കർക്കശമാക്കണം ഗവൺമെന്റ്. അല്ല, ഇപ്പോഴുള്ള ശിക്ഷ പോരാ. ഈ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതിൽ ഫൈൻ അടിച്ച് ഒഴിവാക്കുകയാണ്. അത് പാടില്ല. നിയമം ഭേദഗതി കൊണ്ടുവരണം സർക്കാർ. മോട്ടോർ വാഹന വകുപ്പ് കർശനമായ പരിശോധന രാത്രികാലങ്ങളിൽ വേണം, പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും. തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാരെ ഒരു കാരണവശാലും ഇരുമ്പഴിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങാത്ത വണ്ണം കർശനമായ ശിക്ഷ അവർക്ക് ഉറപ്പുവരുത്തണം. ഹെൽമെറ്റ് ഇല്ലാത്തവരെയും ബൈക്ക് യാത്രക്കാരെയും വേട്ടയാടുന്ന പോലീസ് ഇത്തരം കാറുകളും ലോറികളും വണ്ടികളെയും നിസ്സഹായരാണ്. അല്ല, ഗതാഗത ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥരുണ്ടല്ലോ, മോട്ടോർ വാഹന വകുപ്പ് MVD കാണുന്നില്ല, ഇവരെ കാണുന്നില്ല. ഇത് കൃത്യമായിട്ട് ഒരു ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ പോലീസാണ് നടപടി. ഏറ്റവും കൂടുതൽ കൈക്കൂലി വാങ്ങുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് MVD വിഭാഗമാണ് എന്നൊരു റിപ്പോർട്ട് എന്ന ആക്ഷേപമൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇതിനെ നമുക്കിപ്പോൾ അതൊന്നും പറഞ്ഞിവിടെ ലഘൂകരിക്കാൻ പറ്റത്തില്ല. ഇത് പോലീസ്, അതുകൊണ്ടാണല്ലോ നടപടി. അതെ, പോലീസ് വളരെ കർശനമായ നടപടി വരണം. ഇത് കൊലപാതക കുറ്റമാണ്. 5 പേരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്.
ഇത് ലഹരിയിൽ വണ്ടി ഓടിച്ച് 5 പേരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് കേരളത്തിന് മാതൃകയാകേണ്ട, പാഠമാകേണ്ട ഒരു ശിക്ഷ ഇവർക്ക് കൊടുക്കണം. അതിൽ ഒരു അമാന്തവും വരരുത്, ഒരു വീഴ്ചയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. കർശനമായ ശിക്ഷ ഇവർക്ക് കിട്ടുന്ന വിധത്തിൽ വേണം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ, കുറ്റപത്രം സമർപ്പിക്കാൻ. കൃത്യമായിട്ടും നീതിപീഠത്തിന് ഒരലിവും ഇവരോട് തോന്നാതെ ഈ 5 പേരെ കൊലപ്പെടുത്തിയ കുറ്റവാളികൾക്ക് അങ്ങേയറ്റത്തെ ഏറ്റവും ഉചിതമായ ശിക്ഷ കോടതിയിൽ നിന്നുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ മരിച്ചുപോയ, ഈ കൊല്ലപ്പെട്ട 5 ആത്മാക്കൾക്ക് ശാന്തി ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പോൾ കഴിയൂ. തീർച്ചയായും.